ഹായ് ഓൾ. ഒത്തിരി വിദ്യാർത്ഥികളുടെ സംശയമാണ് നമ്മുടെ LDC പരീക്ഷാ പാറ്റേൺ മാറ്റുമോ എന്നുള്ളത്. SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതി മാറി പുതിയ രീതിയിലുള്ള ഒരു പരീക്ഷ ഇനി വരുന്ന LDC വേരിയസിനെ സംബന്ധിച്ച് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക പലരും മെസ്സേജസിലൂടെയും കമൻസിലൂടെയും ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ പതിവായി ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്ന കുറച്ച് സംശയങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നേരിടാം. ഒത്തിരി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒത്തിരി പേർക്ക് ഡൗട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടാം, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യും. ഒപ്പം തന്നെ ഇപ്പം നടന്ന ചോദ്യപേപ്പറുകൾ പരിശോധിക്കുമ്പോൾ, മുൻകാല LDC വേരിയസ് ചോദ്യപേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പൊതുവിലെത്തി കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യത്തിന്റെ സോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത്, അതിന്റെ ഉറവിടം കണ്ടെത്തുക. അത് രണ്ടാമത് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, സിലബസ് എങ്ങനെ കൃത്യമായ രീതിയിൽ പഠിച്ച് കവർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, കാര്യം സിലബസിലെ ഓരോ ന്യൂക്ക് ആൻഡ് കോൺട്രിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് കൃത്യമായ ഇന്റർവെല്ലിനുള്ളിൽ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കവർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് എഫക്റ്റീവായി സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി മാത്രമല്ല ഏത് രീതിയിലുള്ള പഠനമാണ് നമ്മളെ ഒരു റാങ്ക് ഹോൾഡർ ആക്കുന്നത്. കാര്യം എല്ലാവരും പഠിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം ഈ മികച്ച രീതിയിൽ പഠിക്കുന്ന ഒരാളാണ് മുന്നിലേക്ക് എത്താൻ സാധ്യത. അപ്പോൾ അതിനു വേണ്ടി ഒരു പർട്ടിക്കുലർ വേ ഓഫ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആ സ്റ്റഡി പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 4-5 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്, ഈ LDC പാറ്റേൺ മാറാനുള്ള സാധ്യതയുള്ളത്. അതിനു മുമ്പ് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, സിലബസിലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഒപ്പം തന്നെ കഴിഞ്ഞ LDC വേരിയസ് മാതൃകയിൽ പ്രിപ്പയർ ചെയ്ത ഫുൾ ടെസ്റ്റും ലഭ്യമാകും. സോ ജോയിൻ ഓൺ ടെലഗ്രാം. കഴിഞ്ഞ LDC വേരിയസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, ആ സമയത്ത് ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഈ ഒരു ഡൗട്ട്സിന്റെ പിറകെ പോകും, മറ്റു ചിലർ എന്ത് ചെയ്യും, അവർ പഠിക്കുന്നതിൽ വിശ്വാസം അർപ്പിച്ച് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു സെൽഫ് ഡൗട്ട്, നമുക്ക് സ്വയമേ ഒരു ഡൗട്ട് ഉണ്ടായാൽ നമുക്ക് പഠിക്കുന്നതിൽ കോൺഫിഡൻസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇന്ന് പഠിക്കുന്നത് ശരിയാണോ എന്നുള്ള ഡൗട്ടിലായിരിക്കും നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല. എന്ന് കരുതി നമ്മളൊരു തെറ്റായ ദിശയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വീക്കായിട്ടുള്ള പോയിന്റ് ഉണ്ട്, അത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല അതിനർത്ഥം. അത് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീക്ക്നെസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വി വാണ്ട് ടു ബിലീവ് ഇൻ അവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഡൗട്ടുകൾ അവോയ്ഡ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ കോൺഫിഡൻസ് നിറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയമാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, ഇപ്പോൾ PSCയുടെ എല്ലാ പരീക്ഷകളിലും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. കാര്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കാനും അത് മനസ്സിലാക്കാനും എടുക്കുന്ന സമയം മറ്റു ചില ക്വസ്റ്റ്യൻസ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമുക്കറിയാം, PSC പരീക്ഷ SSC പരീക്ഷകളെയും UPSC പരീക്ഷകളേക്കാൾ ഏറെ ടൈം നമുക്ക് കിട്ടുന്ന ഒരു പരീക്ഷയാണ്. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ഈ ടൈം മാനേജ്മെന്റ് പ്രോബ്ലം വരുന്നു? ബിക്കോസ് ഈ ഒരു പരീക്ഷയെല്ലാം നേരിടുന്നവർ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പ്രാക്ടീസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവരെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യും. പക്ഷേ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്രാക്ടീസിങ് കുറവാണ്. പകരം അവരിങ്ങനെ എപ്പോഴും പഠിക്കാൻ വേണ്ടി പഠിത്തത്തിൽ മാത്രം ഊന്നൽ നൽകിയാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പരീക്ഷാ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പഠനവും മാറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അവരെ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, പഠനത്തോടൊപ്പം പ്രാക്ടീസിങ് കൊണ്ടുവരിക. അതാണ് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ എക്സാംസിനെയാണ്. ബിക്കോസ് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് അവർക്കൊരു വിഷയമേ അല്ല. കാര്യം അവർ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്താണ് ദിവസവും പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇത്തരത്തിലുള്ള പേടി ആശങ്ക ഇല്ലാതെ എന്ത് ചെയ്യാം, എക്സാമിനെ നേരിടാൻ അവർക്ക് സാധിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഈ രണ്ടാമത്തെ പ്രശ്നമായ ചോദ്യത്തിന്റെ ഉറവിടവും നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള എക്സാംസുകൾ എഴുതുമ്പോഴത്തേക്കാണ്. ബിക്കോസ് ഓരോ എക്സാമും നമുക്ക് കാണിച്ചു തരുന്നത് ഈ രീതിയിലൊക്കെ ചോദ്യ പേപ്പർ വരാം, ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്താനും നമ്മളെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്ന എന്തിനേയും സഹായിക്കും. ഒപ്പം തന്നെ നമ്മൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നു, റാങ്ക് ഫെയിൽ നമ്മൾ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണോ, SCRT മാത്രം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് കിട്ടുമോ എന്നുള്ളതാണ്.
അപ്പോൾ ഞാനിതിനൊരു മറുപടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കാൻ പഠിക്കണം. അതായത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. ഫസ്റ്റ് SCRTക്ക് പ്രിഫറൻസ് കൊടുക്കണം. SCRT പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം SCRTയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത് ആൾറെഡി എല്ലാം നമുക്ക് ഉറപ്പാണ് SCRT എന്നാണ് കണ്ടൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, റാങ്ക് ഫയലിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ SCRT കവർ ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് റാങ്ക് ഫയലിലും നിന്ന് വരാനുള്ള എക്സ്ട്രാ പോയിന്റ്സ് അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ട എക്സ്ട്രാ പോയിന്റ്സ്. അതിന് മാത്രം എന്ത് ചെയ്യുക, റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പോയിന്റ് നമുക്കറിയാം SCRTയിൽ ഇല്ലാത്ത പോർഷൻസ് ആണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ. സോ ഇത്തരത്തിലുള്ള പോർഷൻസുകളെല്ലാം എന്ത് ചെയ്യുക, പുറത്തുനിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം. ബിക്കോസ് മാത്സ് ഒക്കെ നമുക്കറിയാം നല്ല അത്യാവശ്യം ലെവലിലാണ് എന്ത് ചോദിക്കുന്നത്, ഈ 10th കഴിഞ്ഞ LDC വേരിയസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്, നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡിഗ്രി ലെവലിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് ആക്റ്റുകൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക. ഇനി ആക്റ്റുകളുടെ സോഴ്സ് കണ്ടെത്താനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലോ അല്ലെങ്കിൽ നമുക്ക് വേരിയസ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ എന്താണ് UPSC ലെവൽ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും, അത് റെഫർ ചെയ്യുക. അല്ലെങ്കിൽ വേരിയസ് ടെലഗ്രാം ചാനലിൽ തന്നെ ഇതിൻ്റെ നോട്ട്സുകളും മറ്റും നമുക്ക് അക്സസബിൾ ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ആക്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡീഷണൽ ടോപ്പിക്സ് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുക, ഫസ്റ്റ് പ്രിഫറൻസ് SCRT, ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നുള്ള പോർഷൻസ്, ദെൻ ഈ ആക്റ്റുകളും മറ്റുള്ള നോട്ട്സുകളെല്ലാം അങ്ങനെ കണ്ടെത്തുക. പിന്നെ റാങ്ക് ഫയലിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഡേ ബൈ ഡേ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ആക്ട് ഓഫ് സ്റ്റഡി മുന്നോട്ടുണ്ടാകും. ഇനി സിലബസ് എങ്ങനെ പൂർത്തിയാക്കാം എന്ന് ചോദിച്ചാലും ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ എക്സാം എഴുതി ഓരോ ദിവസവും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന ടോപ്പിക്ക് പഠിക്കും, ഇന്നതിൻ്റെ ടെസ്റ്റ് എഴുതും. അങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. കാര്യം നാളെ നമുക്ക് എക്സാം ഉള്ളപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയും അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് എക്സാം ഉണ്ടെങ്കിൽ പഠിക്കുന്ന രീതിയും വ്യത്യാസമാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നാളെ ഒരു ടെസ്റ്റിനെ നേരിടാനുണ്ടെങ്കിൽ നമ്മൾ അത്രയും ആവേശത്തോടെ അല്ലെങ്കിൽ അത്രയും താല്പര്യത്തോടെ ആ കാര്യം പഠിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ സ്മോൾ ഗോളുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്കും പഠിച്ച് ഡെയിലി പോവുക. അങ്ങനെ ഡെയിലി എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ആ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഇനി പഠിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എന്തെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് നല്ലൊരു എയിം ഉണ്ടായിരിക്കണം. നമുക്ക് ഈ ഒരു വരുന്ന LDC വേരിയസ് 2024 നേടണം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി വെറുതെ എയിം ഉണ്ടായാൽ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം, നല്ല പ്രോപ്പർ പ്ലാൻ. ആ പ്ലാൻ നമ്മളത് ഫോളോ ചെയ്യണം. ആ ഫോളോ ഇപ്പം നമുക്കൊരു എല്ലാവരും ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ പ്ലാൻ ഉണ്ടാക്കുക, ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക. ഡെയിലി ഇത്ര പോർഷൻ അല്ലെങ്കിൽ ഡെയിലി ഇന്ന ടോപ്പിക്, ഡെയിലി ഇന്ന ചാപ്റ്റർ, ആ രീതിയിൽ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾ സെറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസിനാണ് ഒരു ടെസ്റ്റ് എഴുതുക. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ചാപ്റ്റർ പഠിച്ചു, നമ്മൾ ടെസ്റ്റ് സീരീസിലും ഫോളോ ചെയ്യുന്നു, നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ കൊടുക്കുന്ന ടെസ്റ്റ് സീരീസിലും ഫോളോ ചെയ്യുന്ന ഇതേ മെത്തേഡാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഡെയിലി ഒരു ചാപ്റ്റർ കൊടുക്കും. അപ്പോൾ ആ ചാപ്റ്റർ പിറ്റേ ദിവസം എന്താണ് SCRTയിൽ അടുത്ത ആ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് നടക്കും. അങ്ങനെ ഡെയിലി എന്താണ് ഓരോ ചാപ്റ്റർ വീതം പഠിക്കുന്നു, ടെസ്റ്റ് എഴുതുന്നു. ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്കുള്ള ഉപയോഗം എന്താണ്, ഡെയിലി ഉള്ള അസസ്മെന്റ് നടക്കും, നമ്മൾ സ്വയം വിലയിരുത്താൻ പറ്റും. അപ്പം ഡെയിലി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷൻ ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് പഠിച്ചിട്ട് സെറ്റ് ആയില്ല, അല്ലെങ്കിൽ ഈ പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ പോർഷനിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെ ഡെയിലി അസസ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ പഠിക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു ബോധം കാണും, ഇന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം, അപ്പോൾ ഈ പോർഷന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇന്ന വർഷം ഇന്ന രീതി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോഴത്തേക്ക് പഠന രീതിയും അത്രത്തോളം അഡ്വാൻസ്ഡ് ആവുന്ന മനസ്സിലാക്കാം. അങ്ങനെ പ്രോപ്പർ റിവിഷനിലൂടെയുള്ള പഠനമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ മുന്നോട്ട് നയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല മികച്ച റാങ്ക് വാങ്ങാൻ നമ്മളെ സഹായിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഈ രീതിയിൽ നിങ്ങളെ പഠനത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യണം. നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഗ്രേഡ് PSC എന്നാണ്. നമ്മൾ അപ്ഗ്രേഡ് KPSC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ ടെലഗ്രാം ചാനൽ കാണും. 5000-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SCRTയുടെ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ ടെസ്റ്റുകൾ, കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകൾ എന്നിവയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് PSC. താങ്ക് യു ഓൾ.